എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നൈഹ ബേബിയുടെ കുളിക്കുമ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ടും അവൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി ഇത് കോമൺലി കുറേ ആൾക്കാർക്ക് അറിയാവുന്നൊരു പ്രൊഡക്റ്റാണ്. പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് സെറ്റാഫിലാണ്. കാരണം നൈഹ ബേബിയുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലാണ്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഒരു ക്രീമാണ്, മോയ്സ്ചറൈസർ ക്രീം. ഡ്രൈ ടു നോർമൽ സ്കിന്ന്, അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതവൾക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ആണ് ഇത് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് ഇതും ഒരു സെറ്റാഫിലിൻ്റെ ഒരു ക്ലെൻസറാണ്. ഇതും അവൾക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പം ആദ്യത്തായ ഇതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട്. ഈ ബോട്ടിൽ കണ്ടിട്ട് ആരൊന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് യൂസ് ചെയ്ത് കുറച്ചായി, അപ്പം നനഞ്ഞിട്ട് അതിങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ അടുത്തത് വന്നിട്ട് ഒരു മോയ്സ്ചറൈസറാണ് വാസ്ലിൻ്റെ. അത് അവൾക്ക് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി ഒന്നും യൂസ് ചെയ്യാറ്, ഇടയ്ക്കൊക്കെയാണ് യൂസ് ചെയ്ത് കൊടുക്കാറ്. ഡെയിലി യൂസിനാണ് സെറ്റാഫിലിൻ്റെ തന്നെ 2 പ്രൊഡക്ട്സ് ഉള്ളത്. അപ്പം വാസ്ലിന് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ഓവറായിട്ട് അവൾക്ക് ആക്കി കൊടുക്കാറില്ല, ഇടയ്ക്കൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് വാസ്ലിൻ്റെ മോയ്സ്ചറൈസർ ജെല്ലാണ്. അതും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, കാലിന് മാത്രം. അവിടെ കാലിനൊരു വെള്ള കളറ് ഇതുള്ളത് കൊണ്ട് അതിന് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ അവളുടെ കണ്ണിൽ എഴുതുന്ന ഹിമാലയൻ്റെ കാജലാണ്. നല്ല എന്താ പറയുക, ബേബീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാജലാണ്. അടിപൊളിയാണ്, യൂസ് ചെയ്തത് കൊണ്ട് പറയാണ്. സോ എല്ലാവരും വാങ്ങാം. നെക്സ്റ്റ് വന്നിട്ടൊരു ബേബി പൗഡറാണ്, ഹിമാലയൻ്റെ തന്നെ. ഇതും നല്ല അടിപൊളി പൗഡറാണ്. അവൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല യൂസ്ഫുള്ളാണിത്. അതുകൊണ്ടാണ് ഇത് നല്ലതാണെന്ന് പറയുന്നത്. സോ ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തും ഉണ്ടാവും. അപ്പം നെക്സ്റ്റ് വന്നിട്ട് അവൾ കുളിക്കാൻ പോകുമ്പോൾ ദേഹത്തൊക്കെ പുരട്ടിയിടുന്ന ഒരു സംഭവമാണ്. ഇതൊരു വെന്ത വെളിച്ചെണ്ണയാണ്, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിനൊരു സമർപ്പ് ഞാൻ തരുന്നില്ല. ബോഡിക്ക് ഇത്, ബേബീസിൻ്റെ ബോഡിക്കൊക്കെ ഇത് നല്ല എന്താ പറയുക, ഈ ടൈമിലൊക്കെ, അതായത് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ബേബീസിനൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്ത് കൊടുക്കുന്നൊരു സംഭവമാണ് ഈ വെന്ത വെളിച്ചെണ്ണ. അപ്പോൾ ഇത് അവൾക്ക് യൂസ് ചെയ്യുന്നതാണ് കുളിക്കുമ്പോൾ. അപ്പം അടുത്തത് ലക്ഷാതി കുഴമ്പ് അഥവാ അരക്കുഴമ്പെന്നും പറയും. അതായത് ചില ബേബീസിനൊക്കെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ബേബീസിനൊക്കെ നടക്കുമ്പോൾ അവർക്കൊരു ബാലൻസ് കിട്ടാത്തത് പോലെ ഉണ്ടാകും. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ അരക്കുഴമ്പ് അല്ലെങ്കിൽ ലക്ഷാതി കുഴമ്പ്. അപ്പം അടുത്തതാണ് കാച്ചിയ വെളിച്ചെണ്ണ. ഇത് തലയിൽ തേക്കാനും മുടി വളരാനൊക്കെ നല്ലൊരു ഓയിലാണ്. ഇത് വീട്ടിൽ തന്നെ, ഇതെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ ആക്കുന്നതാണ്. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇത് ഈ 2 ഓയിൽസും കൂടെ കൂട്ടിയിട്ടാണ് ഇത് ദേഹത്ത് പുരട്ടിയിടുന്നൊരു സംഭവമാണ്. ഈ അരക്കുഴമ്പും അതേപോലെ തന്നെ നമ്മുടെ വെന്ത വെളിച്ചെണ്ണയും കൂടെ, ഇത് രണ്ടും കൂടെ ഈ മഞ്ഞളും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അവളുടെ ദേഹത്ത് പുരട്ടി കൊടുക്കും. അത് എന്താ പറയുക, നല്ല സ്കിൻ ടോൺ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ് നേരം ഇതിങ്ങനെ ദേഹത്ത് പുരട്ടി നിൽക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെയെങ്കിലും പുറത്തിറക്കാണ്ട് നിൽക്കണം. കാരണം വെയിൽ കൊള്ളിക്കരുത്. അപ്പോൾ അവരുടെ സ്കിന്നിന് തന്നെ ഒരു ഡൾനെസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.